നമ്മുടെ എല്ലാമായ ശിഷ്യപൂജയെ നമിച്ചുകൊണ്ട് ആദരണീയ ജന്നി മറ്റ് ആത്മബന്ധുക്കളാണ്. കരാട്ടെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ധാരാളം കേട്ടിട്ടുണ്ടാവും. പക്ഷേങ്കിൽ ഈ ഒരു ഡ്രസ്സും ഈ ബെൽറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പോൾ ബ്ലാക്ക് ബെൽറ്റ് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലേ? ബ്രൂസ് ലീ ബ്ലാക്ക് ബെൽറ്റ് ആയിരുന്നു, അങ്ങനെ ജാക്കി ചാൻ ബ്ലാക്ക് ബെൽറ്റ് ആയിരുന്നു, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. സിനിമയിലുള്ള എത്രയോ ആൾക്കാരെ പറ്റി കേട്ടിട്ടുണ്ടാവും. പക്ഷേങ്കിൽ ഒരു ബ്ലാക്ക് ബെൽറ്റ് എടുക്കാൻ 5 കൊല്ലം കൊണ്ട് 5 കൊല്ലത്തെ ട്രെയിനിങ്ങാണ് ഒരു ബ്ലാക്ക് ബെൽറ്റ് എടുക്കാൻ. ആ ബ്ലാക്ക് ബെൽറ്റിൻ്റെ കീഴിൽ 10ഓളം കളർ ബെൽറ്റുകളുണ്ട്. അതിന് ശേഷം ബ്ലാക്ക് ബെൽറ്റ് ഫസ്റ്റ് ഡാൻ, സെക്കൻഡ് ഡാൻ, തേർഡ് ഡാൻ പറഞ്ഞിട്ട് 10 ബെൽറ്റ് മേലോട്ട്. ആ ബെൽറ്റുകളെ പറ്റിയിട്ട് നിങ്ങൾ മനസ്സിലാവില്ല. 8 ഡാൻ ബ്ലാക്ക് ബെൽറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ മിനിമം 65 വയസ്സാണ്. 65 വയസ്സായി കഴിഞ്ഞാൽ മാത്രമേ 8 ഡാൻ ബ്ലാക്ക് ബെൽറ്റ് ഇൻ്റർനാഷണൽ ലെവലിൽ അംഗീകരിക്കൂ. ഇന്ത്യയിൽ തന്നെ കുറഞ്ഞ ബ്ലാക്ക് ബെൽറ്റ് മാത്രമേ ഉള്ളൂ സീനിയർ ആയിട്ടുള്ളത്. അപ്പോൾ ജപ്പാനിൽ തന്നെ ഇത് 9th ഡാൻ 10th ഡാൻ ബ്ലാക്ക് ബെൽറ്റ് എന്ന് പറയുമ്പോൾ 75-80 വയസ്സുള്ള പ്രായമുള്ള കരാട്ടെ മാഷുമാരാണ്. അവരാണ് സീനിയറായിട്ടുള്ള നമ്മളെ മാഷുമാർ. നമുക്ക് വേണ്ടിയിട്ടൊക്കെ തന്നെ ഇന്ത്യയിൽ അവർ ഇൻവൈറ്റ് ചെയ്താൽ അവർ വന്നിട്ടാണ് നമുക്ക് ക്ലാസ് കൊടുക്കുക. അപ്പോൾ എന്താണ് കരാട്ടെ, എന്തിനു വേണ്ടിയിട്ട് നമ്മളിത് പഠിക്കണം? ഇതിൽ തന്നെ ഒരു കരാട്ടെ മാഷ് അനാവശ്യമായിട്ട് എവിടെയെങ്കിലും ഒരു കേസിൽ, ഒരു അടിപിടി കേസിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? പണ്ട് നമുക്കറിയാം, കളരി അഭ്യാസം പഠിക്കുന്ന സമയത്ത് ഞാൻ കുറേ കളരിക്കും പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മളെ ഗുരുക്കൾ പറയും, ഒരടിയും പിടിയെല്ലാം ഉണ്ടെങ്കിൽ അതിൽ നിൽക്കരുത്, ഓടിക്കളാന്ന് പറയും. അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചിട്ട് നമ്മൾ ഓടിക്കളയുന്നു. ഓടിക്കള അത് പ്രശ്നമില്ലാന്ന് പറഞ്ഞു, അതങ്ങോട്ട് ഒഴിവായിക്കളാന്ന് പറഞ്ഞു. അങ്ങനെയുള്ളൊരു ഘട്ടങ്ങളിൽ നിങ്ങൾ ഒഴിവായി പോകാനാണ് നല്ലത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിലുള്ള ഒരാളാണ്, നമ്മൾ ഒരു കരാട്ടക്കാരനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പല ആൾക്കാരും വളരെ ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യും അല്ലേ? അറിയുന്ന കൂട്ടർക്ക്, അല്ലാത്ത കൂട്ടർക്ക് സാരമില്ല, അറിയാത്ത കൂട്ടർക്ക്. അപ്പോൾ എങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, ഇതാണ് ഇന്നത്തെ ഇവിടെ സുഹൃത്തിൻ്റെ ഈ പരിപാടിയിൽ എങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള ഒരു കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 3 കൊല്ലം ഞാൻ കരാട്ടെ ഡെമോൺസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് ആശ്രമത്തിൽ. അത് ഗുരുവിൻ്റെ മുമ്പിൽ തന്നെ ഡെമോൺസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. ഗുരു വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞ് നമ്മളെ പെൺകുട്ടികളെല്ലാം ഇത് പഠിപ്പിക്കണം, നീ പെൺകുട്ടികളെല്ലാം പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട്. അപ്പോൾ നമ്മൾ എല്ലാ ജില്ലകളിലുള്ള ആശ്രമങ്ങളിൽ ഞാൻ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആർക്കും ഇന്ന് ടൈമില്ല, പക്ഷേങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ ഉള്ള ഒരു ധൈര്യം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. നമുക്ക് മനസ്സിന് ധൈര്യം, നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മളാകെ തളർന്നു പോകും. അതേപോലെ ചിലപ്പോൾ നാവ് നമുക്ക് പൊന്തില്ല. മനസ്സിലായില്ലേ? ഒന്ന് ഷൗട്ട് ചെയ്യാൻ നമുക്കെങ്ങനെ കഴിയാം, അതിന് തന്നെ ഒരു ധൈര്യം വേണം. ഓക്കെ, ഒരിക്കലും ഗുരു എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ എന്താണ് ചെയ്യുന്നത്, നീ ശ്വാസം കൊണ്ടുള്ള കളിയല്ലേ നീ കളിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ അന്നേരം പെട്ടെന്ന് ഗുരുവിൻ്റെ അടുത്ത് എത്തിയിട്ട് പോയാൽ ഒരു 38 കൊല്ലം തൊള്ളായിരുന്നു. അപ്പോൾ പറഞ്ഞു, ഞാൻ അന്നേരം വിചാരിച്ചു കരാട്ടെ ഇന്ത്യയിൽ വന്നിട്ട് ആകെ അന്നേരം 75-ലാണ് കരാട്ടെ ഇന്ത്യയിൽ വന്നത്. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഗുരു നീ ഇതറിയുന്നു. ഗുരു എന്നോട് ശ്വാസം കൊണ്ടുള്ള കളിയല്ലടാ ഞാൻ കളിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മാത്രമേ കരാട്ടെ പഠിപ്പിക്കാൻ അനുവാദം തന്നിട്ടുള്ളൂ. എത്രയോ മാഷന്മാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഗുരുവിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞു, ചെയ്യണ്ടെന്ന് പറഞ്ഞു. എല്ലാവരെയും ചെയ്യാൻ അനുവാദം കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ബ്രീത്തിങ് ടെക്നിക്സ്, ആ ബ്രീത്തിങ് എന്താണ് ടെക്നിക്സ് നിങ്ങൾക്ക് മനസ്സിലാക്കണ്ടേ. നമ്മൾ ബ്രീത്തിങ് ടെക്നിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ബോഡി പവർഫുള്ളാവും. അതാണ് ആ ടെക്നിക്സ്. ഗുരു പ്രത്യേകം പറഞ്ഞത്, ശ്വാസം കൊണ്ടുള്ള കളിയല്ലേ നീ കളിക്കുന്നത്. അപ്പോൾ വളരെയധികം ഞാൻ ജില്ലാ ചാമ്പ്യനാണ്, സ്റ്റേറ്റ് ചാമ്പ്യനാണ്, നാഷണൽ ചാമ്പ്യനാണ്, പിന്നെ അതേപോലെ ഇൻ്റർനാഷണൽ ദുബായിൽ ഉള്ള ഒരു ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഞാൻ ചാമ്പ്യനായിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ജീവിതത്തിലിടയ്ക്ക് 22 രാജ്യങ്ങളിലുള്ള ആൾക്കാർക്ക് ക്ലാസ് എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഓക്കെ.
അതേപോലെ അടുത്ത മാസം ഇത് മെയ് മാസത്തിൽ ഒരു ഇൻവിറ്റേഷൻ ഉണ്ട് ജപ്പാനിൽ. അപ്പോൾ ഞാൻ ശിഷ്യവിജയനോട് പറഞ്ഞു ഇങ്ങനെ ജപ്പാനിൽ ഒരു ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്, ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ നല്ലോണം പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. എല്ലാം ഓരോ കാര്യങ്ങളും നടക്കണ്ടേ, അത് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ബ്രീത്തിങ്? ബ്രീത്തിങ്ങിലൂടെ തന്നെ ഇതാ ഇങ്ങോട്ട് ഓള് നല്ലോണം കരാട്ടെ പഠിച്ചു നോക്കിയ. അപ്പോൾ നീ ഇങ്ങോട്ട് ഓളെ പഠിച്ചു, നീ ഇവിടെ നിന്നാ നീ ഏതാ ബെൽറ്റ് എടുത്ത് ഒച്ചത്ത് പറ. ഗ്രീൻ ബെൽറ്റ്, ഇവള് ഗ്രീൻ ബെൽറ്റ് പഠിച്ചു. ബ്രൗൺ ബെൽറ്റ് എടുത്തു. ബ്രൗൺ ബെൽറ്റ് കഴിഞ്ഞാൽ പിന്നെ ബ്ലാക്ക് ബെൽറ്റാണ്. അപ്പോൾ എൻ്റെ നല്ല കുറേ ആയിക്കോട്ടെ, നീ എൻ്റെ പവറിൽ ഇവിടെ ഒരു ആ ഓക്കെ ഒന്നും കേട്ടാ. ഓക്കെ റെഡി. ഇടിച്ച മോളെ ഞാൻ പറഞ്ഞിട്ടല്ലേ, ഇനി വേറെ ആരും ഇടിക്കാനല്ലേ ഞാൻ പറഞ്ഞേ, എന്നെ ഇടിക്കാൻ പറ്റും. ഇവിടെ നിൽക്കും ഇങ്ങനെ അങ്ങനെ നല്ല പവർ കിട്ടും. നല്ല പവറിൽ നോക്കട്ടെ ഇവിടെ ശക്തി എങ്ങനെ ഇടുന്നവിടെ. ആ ഷൗട്ട് ചെയ്തിട്ട് വേണം ഇടിക്കുക കേട്ടാ. ഷൗട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബോഡി പവർഫുൾ ആകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ബ്രീത്തിങ്? പവർ കൊടുത്താൽ മാത്രമേ ഇല്ല. അപ്പോൾ പവറിൽ ഇത് പഞ്ച് ചെയ്യുമ്പം ബോഡി അതിനനുസരിച്ച് യാറ് ടൈറ്റാക്കിയിട്ട് പിടിക്കുമ്പോൾ മാത്രമേ ഇത് പഞ്ച് കൊണ്ടാൽ നമുക്കൊന്നും പറ്റാണ്ട്. അല്ലാത്ത ഒരാളെ പഞ്ച് ചെയ്തില്ലെങ്കിൽ അവർക്ക് വലിയ പരിക്ക് പറ്റും. ഓക്കെ, അതാണ് ടെക്നിക്കിൻ്റെ കാര്യം പറഞ്ഞത്. ഇവിടെ നിൽക്കും. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് നമുക്ക് കുറച്ച് എക്സസൈസ്, അതിനോട് കുറച്ച് ടെക്നിക്സ് ഞാൻ കാണിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾ എത്ര ഗ്രൂപ്പാണുള്ളത്? 2 ഗ്രൂപ്പായിട്ട് നിൽക്കണം കേട്ടോ. 2 ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഇതേപോലെ ലൈനിൽ നിൽക്കണം. 1 2 3 4 അങ്ങനെ 4 ലൈനായിട്ട് 2 ഗ്രൂപ്പായിട്ട്. കസേര കുറച്ചുകൂടി പുറകിലോട്ട് പോകണം. ആ കസേരയുടെ പുറകിലോട്ട് പോകണം. അവിടുന്ന് ആ കസേരയും കൂടി അങ്ങോട്ട് പുറത്തേക്ക് എടുക്കണം.
ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ബ്രീത്ത് ഔട്ട്. ശ്വാസം വിട്ടോണ്ട് താഴ്ത്തുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. Hands here. In, out, in, out, in, out. Up. Body back side. 1, 2, 3, 4, 5, 6. Hands here. Forward back. Push back. 2, back, 3, 4, 5, ഇടത്തെ കാലം മുന്നിൽ ആരും സംസാരിക്കരുത്. സംസാരിക്കാൻ റെഡിയാവും. സംസാരിക്കാൻ ഓക്കെ. ഇടത്തെ കാലം മുന്നിൽ നിങ്ങൾ കുറച്ചുകൂടി ഇങ്ങോട്ട് മാറി നിന്നോട്ടെ. വാ അവിടുന്ന് ഏറ്റവും പുറകിലുള്ള ഒരു ലൈൻ അവിടെ പോയി നിന്നോട്ടെ. ഓക്കെ. മുട്ട മടങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കണം. കണ്ടാ ഇടത് കാലം മുമ്പില് കൈ സ്ട്രൈറ്റ് ആയിട്ട് ഇവിടെ ശ്രദ്ധിക്കുക. നട്ടല് ശരിക്കും അമർന്ന് നിൽക്കുക. ഉണ്ടാ കൈ കറക്റ്റായിട്ട് പിടിക്കുക. ഓക്കെ. മുട്ട് മടങ്ങില്ല. അടുത്തോട്ടേക്ക് ക്ലോസ്. മുട്ട് മടങ്ങട്ടെ. ഇനി നിങ്ങൾ പവർ കൊടുക്കണം കേട്ടാ. പവർ കൊടുക്ക്. ചെയ്യരുത്. നേരെ വെക്കട്ടെ. ബോഡി സ്ട്രെയിറ്റ്. ഓക്കെ. ലെഗ് ചേഞ്ച്. കാല് മാറ്റട്ടെ. അവിടെ നിന്നിട്ട് അവിടെ ഞാൻ പറയുമ്പോൾ മാത്രമേ നിങ്ങൾ പുഷ് ചെയ്യാൻ. എന്നാലേ നമുക്ക് പവർ. ഓക്കെ. എല്ലാവരും അമർന്ന് നിന്നാലേ പവർ കൊടുക്കാൻ കഴിയും കേട്ടോ. ഓക്കെ. സ്റ്റാർട്ട്. പവർ കൊടുക്കും. നല്ല പവർ കൊടുക്കാണ്ട്. നല്ല പവർ കൊടുക്കും. ഓക്കെ. സ്റ്റോപ്പ്. അപ്പോൾ ഒന്നും സാറില്ല. എനിക്ക് കാണിക്കുന്ന ടെക്നിക്സ് കേട്ടോ. ടെക്നിക്സ് ഹലോ. ഇപ്പൊ വലത്തെ കാല് കയറ്റിയിട്ട് അടിക്കുന്നത് ആരാണ്? അടിക്കുന്നത് ശ്രദ്ധിക്കാം.
ലൈനിലുള്ള കുട്ടികളെ അങ്ങോട്ടേക്ക് വലത് കാല് കയറ്റിയിട്ട് വലത് കൈ കൊണ്ട് അടിക്കുന്നു. ഈ സൈഡിലുള്ള കുട്ടികൾ അടിക്കുന്നു. ഈ സൈഡ് അങ്ങോട്ട് അടിക്കുക കേട്ടാ. അപ്പോൾ അടിച്ചോട്ടെ. അപ്പോൾ കാല് മാറ്റോട്ടെ. എൻ്റെ കാലം മാറ്റി. ഓക്കെ കണ്ട ഇതേപോലെ തന്നെ നിൽക്കണം എല്ലാവരും കാലം നോക്ക്. കാലേതാ വെച്ച് നോക്ക്. ഇടത്ത് കാലുകൊണ്ട് ഇടത്ത് കൈ കൊണ്ട് തടുക്കുക. വലത് കാല് കയറ്റി വലത് കൈ കൊണ്ട് അടിച്ച്. ഓക്കെ വലത് കാല് കയറ്റിയിട്ട് അടിച്ചോട്ടെ നമ്മളെ. ആ അതെ തടുക്കില്ലേ. അവിടെ തന്നെ നിങ്ങൾ സംസാരിക്കാണ്ടിരുന്നു കേട്ടോ. ഇതാ നോക്കാം ഇതേപോലെ കാല് മുമ്പോട്ട് നോക്കി. എവിടെ കൈയെടുത്തു? എന്റെ കൈയെടുത്തു. അടിക്ക് തട്ട് പിടിച്ചിട്ട് കാല് മാറ്റാട്ടെ. കാല് മാറ്റി. ലെഫ്റ്റ് ചേഞ്ച്. ഇവിടെ ശ്രദ്ധിക്ക്. കാലിന് മാറ്റി കളിക്കില്ല. ഇടത്തെ കൈ കൊണ്ട് തട്ടണം. ഈ ലൈനിലുള്ള കുട്ടികളെ ഇടത്തെ കൈ കൊണ്ട്. ഓക്കെ റെഡിയാ? സംസാരിക്കല്ല. സൈലന്റ്. ഇവിടെ ശ്രദ്ധിക്കാം. മനസ്സിലായില്ലേ? ഈ ലൈനിലുള്ള കുട്ടികൾ വലത് കൈ കൊണ്ട് വലത് കാല് മുന്നിൽ വെച്ചിട്ട് അടിക്കുന്നു അല്ലേ? ഇതേപോലെ കൈ വെച്ചാൽ മതി. ഇതേപോലെ. ഓക്കെ. അപ്പൊ ഈ സൈഡിലുള്ള ഓപ്പോസിറ്റ് സൈഡിലുള്ള കുട്ടികൾ ഇടത്തെ കാലുകൊണ്ട് ഇടത്തെ കൈ കൊണ്ട് തടുക്കുന്നു. തടുത്തിട്ട് തിരിച്ച് പിടിക്കുന്നു കേട്ടോ. ഓക്കെ ഒന്ന് നോക്കട്ടെ. ആ പിടിച്ചാട്ടെ. തിരിയല്ല. നിങ്ങൾ തിരിഞ്ഞൊന്നും കളിക്കല്ല. സംസാരിക്കാണ്ട് നിൽക്കുക കേട്ടാ. സംസാരിക്കാണ്ട് നിങ്ങൾ അവിടെ പിടിച്ചിട്ട് എന്നാലേ നിങ്ങൾ പഠിപ്പിച്ചു തരാൻ പറ്റൂ. ഓക്കെ റെഡി? ഒച്ചെടുക്കില്ലേ ആരും. തടുത്തില്ല. അവിടെ പിടിച്ച് കൈ പിടിച്ച് സ്റ്റെപ്പ് ഫോർവേഡ്. എവിടെ തെറ്റിക്കല്ല. തെറ്റിച്ചാൽ ഇത് സ്റ്റെപ്പ് ശരിയാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതേപോലെ ഒരു സ്റ്റെപ്പും കൂടി എടുത്തേക്കാനുണ്ട് കേട്ടോ. ഒന്ന് നോക്കാം. എല്ലാരും ഇവിടെ ശ്രദ്ധിക്കേ. ഇവിടെ ശ്രദ്ധിക്കേ.
അപ്പൊ മനസ്സിലായ എല്ലാവർക്കും? ഒരു 2 പ്രാവശ്യം അതേപോലെ ചെയ്യാം, എന്നാലും നമുക്ക് മനസ്സിലാണ്ട് പിടിക്കണ്ടേ. ഓക്കെ, അതേപോലെ തന്നെ വലത് കാലിലേക്ക് വലത് കൈ കൊണ്ട് അടിക്കുക. ഓപ്പോസിറ്റ് സൈഡിലുള്ള കുട്ടികൾ ഞാൻ കാണിച്ചതുപോലെ കൈ അടിയിലൂടെ ഇട്ടിട്ട് തിരിച്ചു. അത് മനസ്സിലായില്ലേ? വേറെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കുട്ടികളെ ഒന്ന് ചെയ്തോട്ടെ. ഇനി ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാത്ത കൂട്ടും ഇത് വേറെ സിമ്പിൾ ആയിട്ടുള്ള വേറെ 1-2 കൂടി പഠിപ്പിച്ചു. ഓപ്പോസിറ്റ് സൈഡ് റൈറ്റ് ഹാൻഡ്. ഓക്കെ, ചെയ്തോ ഡൗട്ടിന്റെ വന്ന് നോക്കാം. അപ്പോൾ അത് ഏതാണ്ട് ശരിയായില്ലേ? ഓർമ്മിച്ച് നമ്മുടെ ആയാത്ര ടൈമിലേ ഉള്ളൂ. പിന്നെ വേറെ ടെക്നിക്സ് കാണിക്കട്ടെ, വേറെ ടെക്നിക്സ്. ഓക്കെ, റെഡി. എല്ലാ അമ്മമാരെ സൂക്ഷിച്ചു, പ്രാക്ടീസ് അമ്മമാർക്ക് തന്നെ. Mike. Thank you.
അവർ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക. ഈ ലൈനിലുള്ള നേരത്തെ ചെയ്തില്ല, ഈ ലൈനിലുള്ള കുട്ടികളെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കുട്ടികളെ മുടി പിടിക്കുക. നിങ്ങളവിടെ പിടിച്ച് വെച്ചാൽ പിടിക്കും, മുടി പിടിക്കും. ഞാൻ വന്നിട്ട് കാണിച്ചു തരാം. മുടി കെട്ടി വെച്ചോ, അല്ലെ പിടിച്ച് എല്ലാം കൂടി വലിച്ചോണ്ടോ. മനസ്സിലായ? ഓക്കെ, ഞാൻ ഒന്നും കൂടി കാണിക്കട്ടെ. ഇത് മനസ്സിലായ?
ഹലോ അല്ല മനസ്സിലായില്ലേ ചെയ്തേ? ഓക്കെ, ഇനി ഒന്നും കൂടി ചെയ്യിക്കട്ടെ. ആ വെരി ഗുഡ്. ഇവിടെ നോക്കിക്കോട്ടാ. ഇനി ഇവിടെ സിമ്പിളായിട്ടുള്ള എൻ്റെ ഷർട്ടാ പിടിച്ചിട്ടുണ്ട് കേട്ടാ. നോക്കിക്കോളെ എങ്ങനെയാണ് ഇളക്കുന്നത്. ഇങ്ങോട്ടാ എടുത്ത് കൈ ഇതാ. ഞാൻ തിരിച്ചിട്ടേ ഉള്ളൂ ഷർട്ട് പിടിച്ചത്. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കിയാട്ടെങ്കിൽ ഇതേണ്ടാ. ഇതാ ഈ കൈൻ്റെ ഇവിടെ ഈ ഞാനെന്തെങ്കിലും പ്രസ് ചെയ്തു. ഓക്കെ, അപ്പൊ ടിസ്റ്റ് ചെയ്യുന്നു കേട്ടോ. ടിസ്റ്റ് ചെയ്യാം. നോക്കാം. ഇപ്പൊ പിടിച്ചില്ലേ? ഇടത് കൈ കണ്ട ഇവിടെ കൈ വെച്ചാണ്ടില്ലേ? ഇടത് കൈ ഓള് വലത് കൈൻ്റെ മുകളിൽ പ്രസ് ചെയ്യുന്നത്. ഇവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ തിരിക്കുമ്പോൾ നല്ല സുഖം. ഓക്കെ, ആ അതെ. എല്ലാം റെഡി ആയില്ല? അപ്പോൾ ഇന്നത്തെ ഒരു ബ്രീത്തിങ് കൂടി എടുത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ടൈം നമുക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ആശ്രമത്തിൽ ഇനി ക്ലാസ് വെക്കണമെന്ന് സ്വാമി പറഞ്ഞിട്ടുണ്ട്. ആഴ്ചക്ക് ഒരു ദിവസം ക്ലാസ് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ സ്വാമിയായിട്ട് കോൺടാക്ട് ചെയ്താൽ കാര്യങ്ങളൊന്നും മനസ്സിലാവും. ഓക്കെ,
ഇത് ഞാൻ കാണിക്കുന്നത് ഷേഡോ ഫൈറ്റിംഗ്. ഷേഡോ ഫൈറ്റിംഗ് എന്ന് വെച്ചാൽ കുറച്ച് സ്റ്റെപ്സ് ഫൈറ്റിങ്ങിൻ്റെ വേറൊരു മെത്തേഡ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, ഇത് ചാമ്പ്യൻഷിപ്പിനൊക്കെ മാസ്റ്റേഴ്സ് കാണിക്കുന്ന ഒരു ഡെമോൺസ്ട്രേഷനാണ്. നിങ്ങളതിനെ നോക്കുക, നമ്മളെ സ്റ്റെപ്സ് നോക്കുക, എല്ലാം നോക്കിയിട്ട് മനസ്സിലാക്കുക. അതിന് വേണ്ടി കാണിക്കുന്നു. ഓക്കെ, ഇന്ന് മിക്കവാറും ചെയ്യാൻ ചോദിച്ചില്ല വെള്ളം കേട്ടാ മരുന്ന് എന്നെ വിളിച്ചു